നിർത്തിയാ? ഓ, കൊടച്ചക്കറ ആദ്യം ഊരി വെക്കട്ടെ. അങ്ങനെ മക്കളെ ഇത് വെച്ചോണ്ടിരിക്കണത്. അമ്മ, അയ്യോ എല്ലാം അമ്മ അമ്മോ, പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. നീ സൂക്ഷിച്ച് കയറുക. അമ്മോ, ഓടി വരി. വേണ്ട, നിങ്ങളെ മരുന്നേ ഈ പരിസര പ്രദേശത്തൊന്നുമില്ല. വയറ്റിലെ പോയാണ് വാങ്ങിച്ചോണ്ട് വന്നത്. പിന്നെ ഈ 5 പെണ്ണുണ്ടല്ലോ, ഒരു രക്ഷയില്ല. പറന്നല്ലേ പറക്കണ. ഞാൻ അള്ളി പിടിച്ചങ്ങ് ബാക്കി ഇരുന്ന് കൊടുത്താൽ മതി. അതെ, ഈ ഉഷ ചേച്ചിയുടെ കൂടെ പോണെങ്കിലേ മിനിമം തൊലിക്കട്ടിയെങ്കിലും വേണം. മനുഷ്യനെ കൂടെ നാണം കെടുത്തി കളയും. എന്ത് പറ്റി? അവിടെ ചന്തയിൽ എന്നപ്പോഴേ മീനിന് വില കൂടുതലാന്ന് പറഞ്ഞിട്ട് ആ മീൻകാരന്റെ അടുത്ത് വഴക്കുണ്ടാക്കി. അയാള് നല്ല തെറി വിളിച്ചു. അതിലും വലിയ പച്ചതെറി അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. അമ്മ, ഈ കണ്ണം കൊഴിയാളാ മീൻ വെച്ചോണ്ടിരിക്കണ്. കെട്ടതാണ്. ഞാൻ ഒന്ന് പിതുക്കി നോക്കി, അവ എന്നെ തെറി. ഞാൻ അങ്ങോട്ട് തിരിച്ച് നല്ല ചേതുക്കന്നെ വെച്ചു കൊടുത്തു. നമ്മള് പെണ്ണുങ്ങൾ പറയാനുള്ളത് അപ്പ തന്നെ പറയണം. ഇല്ലെങ്കിലേ ഇതാണ് ഈ ആണുങ്ങൾക്ക് തരവായിട്ട് വരുന്നത്. നീ അങ്ങനെ പറഞ്ഞോളൂ. അമ്മ, കനകം ചെറുക്കൻ എവിടെ? അവര് രണ്ടുപേരും കൂടെ ബാങ്കിൽ വരെ പോയി. അവനെന്തോ പണയം വെക്കാനുണ്ടെന്നോ എടുക്കാനുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ട്. എന്റെ ചെറുക്കൻ ഇപ്പൊ സാമ്പത്തിക ഞെരുക്ക. അവൻ നല്ല പഠിച്ച ചെറുക്കനാണ്. ഒരു ജോലിയും കിട്ടിയില്ല. പിന്നെ ഓട്ടോ ഓടിക്കുന്നു. അതിനെന്താ, ഓട്ടോ ഓടിക്കുന്ന നല്ല ജോലിയല്ലേ? എന്റെ ചേച്ചി, ചന്ദ്രചേട്ടൻ നല്ല അധ്വാനിക്കുന്ന മനുഷ്യനാ. എന്ത് ജോലി ചെയ്താണെങ്കിലും കുടുംബം നോക്കിക്കോളും. അതും അത് വെക്കണം. നീ എന്തിനാണെങ്കിലും ചെന്ന് 2 അയലക്കരുവ എടുത്ത് പൊരി. പിന്നെ ഈ കുളുകുളാന്ന് കുറച്ച് പഴിഞ്ഞ വെള്ളം കുടിക്കണം. ചെറിയ ചുള്ളി കമ്പ് കിടന്നിട്ടാണ് ഗ്യാസിൽ കത്തിക്കണം. ഗ്യാസിൽ ഓ എത്ര ലാഭിച്ചു ഞാൻ ഇവിടെ വന്നതിന് ശേഷം. നീ എവിടെ പോയി കിടന്നേടാ? ഞാൻ ഉപ്പുമാവും ചായ എടുത്തു വെച്ചിരുന്ന കണ്ട കുടിക്കാതെ എന്തൊരു വെപ്രാളത്തിൽ പോയത്? അല്ല ചേച്ചി, ഞാൻ കടയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ അഡ്വാൻസിന്റെ പൈസ കുറച്ച് സംഘടിപ്പിക്കാനായിട്ട് ബേക്കറി തുടങ്ങാൻ പോണെന്ന് പറഞ്ഞതാ. ശരിയാക്കളെ? ഇല്ല, ഒരു 30,000 രൂപ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഒരു 20,000 രൂപ നവാസിന്റെ അടുത്ത് കടം ചോദിച്ചു. ഇന്നിപ്പോ രാവിലെ അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവൻ പറയുന്നത് ഭയങ്കര ടൈറ്റ് ആണ്, ഒരു രക്ഷയില്ല എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യ്, ഈ വള പിടി. 1 രൂപ ഉണ്ട്. അയ്യാ, അതൊന്നും വേണ്ട ചേച്ചി. എനിക്ക് ഈ മാസം ഒരു ചിട്ടി ഉണ്ട്. ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ അത് കിട്ടും. അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, കുഴപ്പമില്ല. ഓറക്കയച്ചത് പിടിച്ചാണ്. ഇത് പിടിച്ചാണ്. വയറ്റിച്ചൂല് പെണ്ണിരിക്കയാണ്. ഒരുപാട് ചെലവുണ്ട് ചിട്ടി പിടിക്കുമ്പോ. അറിയാമോ ചെലവ് എന്തരൊക്കെ ഉണ്ടെന്ന്? എന്തിനാണ് അക്രമം കൂടി? ആരുടെ പരദൂഷണാണ് പറയുന്നത്? ഒന്നുമില്ല രായണ്ണ, എന്റെ പങ്കപ്പാട് കേട്ടോണ്ട് നിന്നത്. ഇവനെന്തിനു പങ്കപ്പാട്? ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇതുകൊണ്ട് വെച്ചു. താങ്ക്സാ. ഇംഗ്ലീഷൊക്കെ പറയും. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കുടുംബശ്രീയിലുണ്ടായിരുന്നു തന്നെ. അണ്ണന്റെ പ്രായം വെച്ച് നോക്കുമ്പോ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. എന്നെ ഉഷയെന്ന് വിളിച്ചാ മതി. ഓ ഉഷേ. അയ്യോ, ഇങ്ങനെ വിളിക്കാതെ എണ്ണ നാണിപ്പിക്കണ വിളി. എന്നാ പിന്നെ ഉഷേ, അതെ ഒരു ചായ എടുത്ത്. അണ്ണ പഞ്ചാര എടുത്താ? എനിക്ക് പഞ്ചാര സുഖമൊന്നുമില്ല. അല്ല, കടുപ്പത്തിന്റെ ചായ ഇട്ടേരെ. ചന്ദ്ര, ഉഷയുടെ കെട്ടിയാണ് എന്തിനു പണി? അളിയൻ ലോറി ഡ്രൈവറാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു പ്രത്യേക ടൈപ്പാണ്. 2 പിള്ളേരും ഉണ്ട്. ഈ ചേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെണ്ണ. പക്ഷെ അതൊന്നും വെളിയിൽ കാണിക്കൂല. ഇങ്ങനെ വളവള സംസാരിച്ചോണ്ട് കിടക്കും. പക്ഷെ കണ്ടാ പറയൂല കേട്ടോ. ആടാ, പിന്നെ ഉഷ ചായ എടുത്തു പോയി കുടിച്ചിട്ട് നീ പൈസ ആക്കി വെച്ചോ. വാ, ശരി. എന്റെ പൊന്നിട്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോകണം. ഞാനല്ലേ പറഞ്ഞ നീ വന്നേ? എനിക്ക് അവരെ കാണുന്ന പോലും പേടി. ഞങ്ങൾ പോകണം. നിങ്ങൾ പറയുന്നതൊക്കെ എടാ, ചന്ദ്രന്റെ പെങ്ങളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതാ. അവള് വന്നപ്പോ തന്നെ ഞാനോട്ട് കയറി തുടക്കി. പിന്നെ ഞാൻ വിട്ട് കളഞ്ഞ. നീ വന്നേ. എന്റെ പൊന്നിട്ട് അന്നത്തെ അടിയുടെ ചൂടാ ഇതുവരെയ്ക്കും മാറിയിട്ടില്ല. എടാ, ചെവിക്കല്ല് പോയിരിക്കുക. നിങ്ങൾ പോ, ഞാൻ പോകണം. ഞാനൊരു കാര്യം പറയണത് നീ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് ചോദ്യം ചെയ്തത്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ വാ. അങ്ങനെ വിട്ടാ പറ്റില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ട കേസാണ്. നീ വന്നടാ. പക്ഷേ പഴയ കുറ്റൂഷണ്ട ഇവിടെ. മന്ത്രി എത്തിയല്ലേ? അന്യഗ്രഹ ജീവി. മാറ്റി കൊടുത്തേ. മാറ്റി, നീ ധൈര്യമായിട്ട് മാറ്റി. കിട്ടിയൊന്നും പോരെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവൻ സ്പീഡിൽ ഒരു ലോറി ഇങ്ങോട്ട് വന്നപ്പോ അവൻ ചാടി ഇറങ്ങി. അവന്റെ കയ്യപ്പോ ഒരു പെങ്കൊച്ചിന്റെ മേത്ത് കൊണ്ട്. അതിനാണ് നിങ്ങൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവനിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. മനസ്സിലാക്കണം. നിങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കണം. ജയന്ത, ഞാനും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തോളാം കേട്ടാ. ഡേ, നിനക്ക് എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടാ? ഇല്ലല്ലേ? അതോടുകൂടി തീർന്നു. അങ്ങനെ തീർന്നാൻ പറ്റില്ലല്ലോ. ഇത് അവനുണ്ടായ വിഷയമല്ലേ. അവനുണ്ടായ മാനനഷ്ടത്തിന് സമാനം ആര് പറയും? നിങ്ങൾ സമാനം പറയണം. എടാ, നിന്റെ പേരെന്തര്? എന്റെ പേര് സാബു. സാബു കൊട്ടിയം. ഓ, നിന്റെ ജോലി എന്തര്?
ഞാൻ നാട്ടിൽ ചെറിയ മിമിക്രി ഒക്കെ ചെയ്യും. അയ്യോ നല്ല മിമിക്രി ഒക്കെ കാണിക്കോ? 2 മിമിക്രി കാണിച്ചാണ്. ഇതങ്ങനെ മിമിക്രി ഒന്നും നടത്തേണ്ട സ്ഥലമൊന്നുമില്ല. ഇവരുണ്ടായ മാനനഷ്ടത്തിന് നിങ്ങൾ സമാനം പറയണം. അറിയോ മക്കളെ സാബു കൊട്ടിയും, ചേച്ചി നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കുമ്പോ നീ ചെയ്തത് ശരിയാണോ തെറ്റാണോന്ന് പറയും. ശരിയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് മാപ്പ് പറയാം. തീർന്നില്ല കേസ്. എന്റെ പൊന്നു ചേച്ചി, ഞാൻ പറയുന്നേക്കും, ഞാൻ അതുവഴി നടന്ന് ഇങ്ങനെ പോകുമ്പോ അറിയാതെ കൈ കൊച്ചിനെ തട്ടി. ആണല്ലേ? അതങ്ങ് വിട്ടുകളെ മക്കളെ. ഞാൻ അപ്പഴേ വിട്ട്. ഓ ഞാൻ മാപ്പും പറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ മാപ്പ് പറഞ്ഞാൽ തീർന്ന വിഷയമല്ല. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് വനിതാ കമ്മീഷൻ ഉണ്ട്. പുരുഷന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാ. മന്ത്രി തന്നെ. ആ മന്ത്രി തന്നെ. ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് പറയാം. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നീ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി കളയും കേട്ടാ. നീ മിമിക്രി കാണില്ല, അവൻ പലതും കിടന്ന് പറഞ്ഞോണ്ടി. ചേച്ചി പറയല്ലേ, അടുത്ത അടി മേടിച്ച് കൂട്ടാൻ പയ്യ. സാബു ഞാൻ ഒരു കാര്യം പറയുന്നത്, പ്രതിലോമ കക്ഷികളെ നമ്മൾ നിലക്ക് നിർത്തണം. നീ പറയണം, മനസ്സിലാക്ക്. നീ മിമിക്രി കാണില്ലടാ. എന്തായാലും ഒന്ന് കാണിച്ചു കൊടുക്കാം. ചേച്ചി മധുവിനെ അറിയാമോ? പിന്നെ മധുവിനെ അറിഞ്ഞൂടാത്തത് ചെമ്മീനില്ല മധു ശീലേരെ. പുള്ളിയുടെ ശബ്ദം എടുക്കേ. പിടിച്ചോ, ചുമ്മാ നിൽക്കില്ലേ, പിടിച്ചോ. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ സൗദാമിനി അമ്മയുടെ മോളുമായി നിനക്ക് എന്താ പ്രശ്നം? പ്രേമവും മണ്ണാങ്കട്ടെന്ന് പറഞ്ഞ് അവളെ പിന്നാലെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് അവളെ വേണ്ടതായി. ഇല്ലടാ പന്നി പന്നി. എടാ ഇത്രയും കഴിവുള്ള കലാകാരനായിട്ടാണ് നീ വെസ്റ്റ് ഹാമിൽ പെമ്പിള്ളേരെ തോണ്ടിക്കൊണ്ട് നടക്കുന്നത്. അപ്പോ പോയി പ്രാക്ടീസ് ചെയ്യോക്കളെ. നിന്നെ കണ്ട സിനിമാ നടനെ യൂസഫ് അലിയുടെ കട്ടുണ്ട്. യൂസഫ് അലി? അയ്യോ യൂസഫ് അലി അല്ല, ആസിഫ് അലി. ഏതായിരുന്നാലും സിനിമാ നടൻ തന്നെയല്ലേ. മക്കളെ നീ എന്തെങ്കിലും കഴിച്ചാടാ? രാവിലെ ഞാൻ കഴിക്കാൻ വേണ്ടി ആ ചായക്കടയിലോട്ട് പോയത്. അപ്പോഴെങ്ങനെ മുന്നേ ചെന്ന് ചാടിയത്, കൈ പിടിച്ച് വലിച്ചു വെച്ച് വാവിടെ പോവാന്ന് പറഞ്ഞ് ഓടിപ്പോയി. എന്റെ നീ കേറി വാ, ഉപ്പുമാവൻ ചായ ഞാൻ തരാൻ ചേച്ചി. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച സ്ഥിതിക്ക് ഇതിനെ കുറിച്ച് എന്താ പ്രത്യയശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ നിന്റെ പ്രത്യയശാസ്ത്രപരവും കൊണ്ട് വന്നാൽ നീ എന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയേണ്ടി വരും. കേറി വാക്കളെ. ഞാൻ കൊറേ കൊടി പിടിച്ചാണ്. നീ വേണമെങ്കിലും കൊടി പിടിക്കും. നീ ഓടി വാ, അല്ല ചൂട് ചായയൊക്കെ ഉണ്ട്. വേറെ കളി ഇറക്കട്ടെ. അവൻ പോണ കണ്ടില്ല ഉപ്പാവ് തിന്നാനായിട്ട്. ആഹാ, എത്ര നേരമായി പത്രം വായന തുടങ്ങിയിട്ട്? എന്നാ ചായ ഒന്നും വേണ്ടേ? ഓ ചായ കുടിക്കാനൊന്നും തോന്നുന്നില്ല. എന്താ? അതേ പത്രം നോക്കിയിട്ട് ഓരോരോ വാർത്തകൾ കേട്ടിട്ടേ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും ഉള്ള തോന്നൽ ഉണ്ടാകത്തില്ല. അതുപോലത്തെ വാർത്തകളല്ലേ വരുന്നത്. എന്താ വാർത്ത വായിച്ചേ? വൃദ്ധ ദമ്പതികളെ വെട്ടിക്കൊന്നു. അയ്യോ, എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ ആയാലും എന്താ, എന്തിനു വേണ്ടിയായിരുന്നു? സ്വർണവും പണവും അപകരിക്കാൻ, അല്ലാതെന്താ. മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല വീട്ടില്. ആ അവസ്ഥയായിരിക്കാം. ഇവിടുത്തെ കാര്യമല്ല, പല സ്ഥലത്തും ഇതാ. മാതാപിതാക്കൾ മാത്രമേ കാണുള്ളൂ. പ്രായമായ വൃദ്ധ ദമ്പതികളുമായിരിക്കും മിക്ക സ്ഥലങ്ങളിലും. ഇവിടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. പിന്നെ മക്കൾക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ ശരിയാ. മക്കൾക്ക് മക്കളുടേതായ ഇതുണ്ട്, അവർക്കും മക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് അവരറിയാൻ പോകുന്നത്. പിന്നെ നാട്ടിൽ ഒന്നും ഒറ്റ സംഭവം ഉണ്ടാന്ന് വെച്ചാൽ എല്ലായിടും അങ്ങനെ ഉണ്ടാകണമെന്നുണ്ട്. ഇവിടെ പോലീസ് നിയമവും ഒന്നുമില്ലേ? പിന്നെ രക്തബന്ധത്തേക്കാൾ വലിയ സ്നേഹബന്ധങ്ങളുണ്ട് ഈ നാട്ടിൽ, അതറിയാവോ? ഇന്നാൾ തന്നെ നിങ്ങൾ രാജേന്ദ്രൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്കിവിടെ ഒരു പനി വന്നു. ഞാൻ അത്ര കാര്യമാക്കിയില്ല, അത്ര വലിയ പനിയും അല്ലായിരുന്നു. ആശുപത്രിയിലൊന്നും പോകണ്ടെന്നും പറഞ്ഞ് ഞാനിവിടെ ഇരിക്കുക. അപ്പോൾ ഉടനെ കനവും ചന്ദ്രനും കൂടെ വന്ന ഉടനെ എന്നെ അപ്പം തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോകണം. അവൻ്റെ വണ്ടിയിൽ തന്നെ കയറ്റി എന്നെ ആശുപത്രി കൊണ്ടുപോയി. അത് മക്കളുണ്ടായിട്ടാണ്. അതൊക്കെ ശരിയാ. അവൻ സ്നേഹമുള്ളവനാ. അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എനിക്കവിടെ പണിയില്ലാഞ്ഞിട്ടാണ്. അവന് ഒരു സഹായത്തിന് നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അവൻ്റെ ചൊക്കരംഗം വരുമ്പം നമ്മളിവിടെ ഉണ്ടാവണം. അപ്പോൾ അവനാരും ഇല്ലാത്തവരാണെന്ന് അവർക്ക് തോന്നരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മെനക്കെട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ്. പിന്നെ അവന് പൈസയ്ക്ക് വല്ല ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ നീ ചോദിക്കണം. നിങ്ങൾ ചോദിച്ചില്ലേ അവനോട്? ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. ഞാൻ കനകത്തോട് ചോദിക്കാം. അതിനകത്തോട് ചോദിക്കും. അവനും ചോദിക്കാൻ നിൽക്കണ്ട, നമ്മൾ അറിഞ്ഞങ്ങ് ചെയ്താൽ മതി. എന്തെങ്കിലും ചെയ്യണം. ചോദിച്ചാൽ അവനൊന്നും പറയത്തുമില്ല. അത് ശരിയാ. അല്ല ഞാൻ പിന്നെ ഈ പത്രത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്. പിന്നെ പത്രത്തിൽ നിങ്ങൾ എന്താ ഈ പത്രം വായിച്ചോണ്ടിരിക്കുന്നത്? അവിടെ കാര്യം പറ. എടി ഇത് വെറുതെ ആണോ ഈ പറയുന്നത്? എന്നെ പേടിപ്പിക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത്? അത് തന്നെ എനിക്ക് പേടി. നിങ്ങളിവിടെ ഇരിക്കുന്ന എനിക്ക് പേടി. ആള് വല്ല കള്ളനെ വല്ലതും വന്നാൽ ഞാൻ എടുത്തിട്ട് കീച്ചു എന്ന് അവർക്കറിയാം. അവൻ വല്ല വെച്ച് മാരകായുധങ്ങളും എല്ലാം വെച്ച് വല്ലതും പെരുമാറിയെങ്കിൽ എനിക്ക് കുഴപ്പമാകുമല്ലോ എന്ന് കരുതി ആയിരിക്കും അവളത് പറഞ്ഞത്.
എവളൊരു വണ്ടി എന്തായാലും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി വിളക്ക് എത്തിച്ചാൽ തീപ്പിടി നീ തരായി. എൻ്റെ തീപിടി തീപിടി ആ തീപ്പിടി ഇങ്ങോട്ട് ഇറേ. തീപ്പിടി വാങ്ങിച്ചോളി. അല്ല ശങ്കരേട്ടൻ തീപിടി എടുക്കുള്ളൂ എനിക്ക് അറിയാം, നേരത്തെ കരുതി വെച്ചല്ലേ. ആ പിന്നെ എല്ലാവരോടായിട്ട് ചന്ദ്രൻ്റെ ആഗ്രഹപ്രകാരം ഉഷ പറഞ്ഞതനുസരിച്ച് കളരി ആരംഭിക്കുക. ഏത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള കളരി. ഒരു കാര്യം പ്രത്യേകം എല്ലാവരോടും പറയാനുണ്ട്, യാതൊരു കാരണവശാലും ഈ കളരി ആരംഭിച്ചു കഴിഞ്ഞാൽ അരങ്ങേറ്റം കഴിയുന്നത് വരെ ഒരു കാരണവശാലും ഒരു ദിവസം പോലും നിർത്താൻ പാടില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ആ കേട്ടല്ലോ. അച്ഛാ, ഈ കളരിയൊക്കെ പഠിക്കണതേ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ ഈ ഉഷ ചേച്ചിയാ ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ. മാമ ഞാൻ കുറച്ച് നാള് കൊണ്ട് ഇത് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് വീടിന്റെ അകത്തുള്ള പെണ്ണുങ്ങളെ പോയി പഠിപ്പിക്കാൻ. അത് നല്ല കാര്യമാണ്. പക്ഷെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, ഫീസ് മേടിക്കണം. അത് നിനക്കൊരു വരുമാന മാർഗമാവും. എൻ്റെ കാര്യം തീരുമാനമായി. അപ്പോൾ എന്നാ ആരംഭിക്കാം. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വിളക്ക് വെച്ചു. കൈ വിളിക്കല്ലേ? അല്ല ഈ വിളക്ക് വെപ്പും നല്ല നേരമൊക്കെ നോക്കേണ്ട കാര്യം ഇത് കല്യാണമൊന്നും അല്ലല്ലോ. ഓ പുരോഗമനവാദി. ഞങ്ങൾ അത് ഒരു തിരിയെടുത്ത് അങ്ങ് കത്തിച്ചാൽ പോരെ? ഓരോന്നിനും കത്തിക്കേണ്ട കാര്യമില്ല. ഇതിനൊരു തിരിയെടുത്ത് അങ്ങ് കത്തിയിട്ട് ബാക്കി. അതിന്റെ ചിട്ടയ്ക്കേ ചെയ്യുള്ളൂ. ചന്ദ്രൻ അത് വേഗം കത്തിക്കുക, കൈയിട്ട് വരണം. തൊഴുതായതേട്. ചടങ്ങിന് വേണ്ടി മാത്രമാണ്. പിന്നെ നിങ്ങൾ ആയതേടെ? ഉഷയും രമയും ആയതേടെ? ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുക, വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ. ക്ഷമയോടുകൂടി വെട്ടുകയും തടയുകയും ചെയ്യാം കേട്ടോ. കേട്ടല്ലേ? ശ്രദ്ധിച്ചു വേണം. അനുഗ്രഹം വാങ്ങിച്ചിട്ടോ? അതൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എല്ലാ അനുഗ്രഹവും ഉണ്ട്. ഇതിങ്ങനെ പിടിക്കും. തിരിച്ച് അവിടെ പിടിയാ പിടി. കുറച്ച് നീങ്ങിക്കാം. ചേച്ചി നോക്കിയോ ചേച്ചി? എന്തോന്നാ ഉഷ ഈ കാണിക്കുന്നത്? ഉഷ വെട്ടി പിരിത്ത് നീ എന്റെ ജീവിതത്തിൽ കാണിക്കുന്ന പിരിവുകാരും കയറി വെട്ടിടയുണ്ട്. അവിടെ അകത്തോണ്ട് മരുന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ സെപ്റ്റിക്കാവോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അത് രമയുടെ കയ്യിലൊന്നും വാൾ കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമേ ഒരു കുറച്ചൊക്കെ പരിചയം കാണുമെന്നല്ലേ ഇത് വിചാരിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കലല്ല, എനിക്ക് ചിലപ്പോൾ കിട്ടും.
എനിക്ക് ഒന്നാമത് ഒപ്പാളം പിടിച്ച പെണ്ണാണ് ഊജ. അവളെ കയ്യിൽ വാളും കൊടുത്തിട്ട് ബെറ്റ കുത്തെന്ന് പറഞ്ഞാൽ എന്താ അണ്ണ ആ പെണ്ണിന്റെ കൈ പോയാ കൈയും കാലും വല്ല കുഴപ്പമുണ്ട്. വാളിലൊക്കെ ചോരയായിട്ടോ. അത് സാരമില്ല, കഴിയാ. ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. ഇതൊക്കെ എന്തായാലും ശൗനം കൊള്ളാം. ചോര കണ്ട് തുടങ്ങിയല്ല. അണ്ണൻ അത് പറയാം, എന്റെ ഭാര്യയുടെ ചോര കണ്ടത്. നിന്റെ ഭാര്യയുടെ ആരുടെയും ചോരയല്ലേ? ആ ചോര കണ്ടപ്പോ സമാധാനം. ഏതാ നീ അകത്തോട്ടിയല്ലേ? ചെല്ലേ. എല്ലാവരും നിങ്ങൾ പോ. അങ്ങോട്ട് വാ. അല്ല അച്ഛാ ഇത് അത് കുഴപ്പമില്ല. അവനെ ശങ്കരനെ പറഞ്ഞു വിട്ട്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം അല്ലേ? 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങാം. എന്റെ ഉഷ് ചേച്ചി എന്തായാലും നല്ല പണിയാ കാണിച്ചത്. വാട്ട് മക്കളെ. ആ അമ്മ, മാമ പണ്ടേ ഇങ്ങനെ ആയിരുന്നാ? കൊള്ളാം. അന്ന് അച്ഛനെ കാണാനേ തച്ചോളിയ തേനയിലെ സത്യമാഷ പോലിരിക്കും. പിന്നെ അമ്മയാണോ മോശം? വീട്ടില് കല്യാണ ഫോട്ടോയില് കാണണം. എന്തൊരു ഭംഗിയാന്നറിയാം അമ്മേനെ കാണാൻ. ഇപ്പോഴും നല്ല ഭംഗി തന്നെ. എന്തൊരു കുറവ്. ആ അല്ല, നമ്മളിങ്ങനെ കഥയും പറഞ്ഞിരുന്നാ മതിയോ? ആണുങ്ങൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? വാ, നമുക്ക് പോവാം. അടുക്കളയിലെ ഇനി പെണ്ണുങ്ങൾ കയറണോ വേണ്ടെന്ന് നമുക്കൊരു മീറ്റിംഗ് കൂടി തീരുമാനിക്കാം. തന്നെ ഉഷ് ചേച്ചി, നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വില തന്നിട്ടുണ്ടാ? അതൊക്കെ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയ ശേഷം മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കാം. വാ 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 വാ, വാ. നമുക്ക് എന്തെങ്കിലും